أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نظرة النعيم. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുത്തഫിഫീൻ്റെ 18 മുതൽ 24 കൂടിയ ആയത്തുകളാണ് ഓതിയത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. കല വേണ്ട. ഇന്ന കിതാബൽ അബ്റാരി, തീർച്ചയായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം, ലഫിയ ഇല്ലിയീൻ, അത് ഇല്ലിയൂനിലായിരിക്കും. വമാ അദ്രാക്കമാ ഇല്ലിയൂൻ. ഇല്ലിയൂൻ എന്താണ് എന്ന് താങ്കൾക്ക് എന്താണ് അറിയാം? കിതാബും മർഖൂം, എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. യശ്ഹദുഹു, അതിൻ്റെ സാക്ഷ്യം വഹിക്കും അൽ മുഖറബൂൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം ലഭിച്ച മലക്കുകൾ. ഇന്നൽ അബ്റാറ, തീർച്ചയായും പുണ്യവാന്മാർ, ലഫീ നഈം, സുഖാനുഗ്രഹങ്ങളിലായിരിക്കും, സൗഭാഗ്യങ്ങളിലായിരിക്കും. അലൽ അറായിക്ക്, സോഫകളിൽ അല്ലെങ്കിൽ പര്യങ്കങ്ങളിൽ അല്ലെങ്കിൽ ചാരുമഞ്ചങ്ങളിൽ. യൻദുറൂൻ, അവർ നോക്കിക്കൊണ്ടേയിരിക്കും. ചാരുമഞ്ചങ്ങളിലിരുന്ന്, സോഫകളിലിരുന്ന് അവർ നോക്കിക്കൊണ്ടേയിരിക്കും. തഅരിഫു, നിനക്ക് കാണാം, ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ, നളറത്തൻ നഈം, സുഖാനുഗ്രഹങ്ങളുടെ ഒരു ശോഭ അല്ലെങ്കിൽ സൗഭാഗ്യത്തിൻ്റെതായ ഒരു തിളക്കം, അത് അവരുടെ മുഖങ്ങളിൽ നിനക്ക് കാണാൻ ഒക്കും. ഈ സൂറത്തിൽ കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളായ ആളുകളുടെ ഒരു സ്വഭാവം പറഞ്ഞിരുന്നു. അവർക്കല്ലാതെ ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് യൗമുദ്ദീന്, പ്രതിഫല ദിവസത്തെ കളവാക്കാൻ കഴിയില്ല. എല്ലാവിധ അതിരുവിട്ടവനും അതേപോലെ തന്നെ കുറ്റവാളിയുമായ ആളല്ലാതെ. അപ്പം അവർ അവസാനം നരകം കാണുക ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ കളവാക്കിയതിൻ്റെ പരിണതി എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതാണ് എന്ന് അവരോട് പറയുകയും ചെയ്യും. അവരാ നരകം സ്വീകരിക്കാൻ നിർബന്ധിതരായിത്തീരും എന്നർത്ഥം. അതിൻ്റെ നേരെ എതിർഭാഗത്ത് സത്യവിശ്വാസികളായ ആളുകൾ, അവരുടെ അവസ്ഥ, കല്ലായിന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ, പുണ്യവാന്മാരുടെ, പുണ്യം ചെയ്ത ആളുകളുടെ ഗ്രന്ഥം അത് ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും. നേരത്തെ സിജ്ജീൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സത്യനിഷേധികളുടെ ഗ്രന്ഥം സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സിജ്ജീൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരുപാട് താഴെയാണ് എന്നും അധമന്മാരുടെ ആ സ്ഥലത്താണ് അവരുടെ സ്ഥാനമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ഈ ഇല്ലിയൂൻ എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ ഒരുപാട് ഉയരത്തിലാണ്. ചില മുഫസ്സിറുകൾ 4-ാം ആകാശത്തെന്നും ചില മുഫസ്സിറുകൾ 7-ാം ആകാശത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. വമാ അദ്റാക്കമായ ഇല്ലിയൂൻ, എന്താണ് ഈ ഇല്ലിയൂൻ എന്ന് താങ്കൾക്ക് എന്താണ് അറിയുക? കിതാബും മർഖൂം, എഴുതപ്പെട്ട ഒരു പുസ്തകമാകുന്നു അത്. അപ്പോൾ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തി വെക്കുകയാണ് ഇതെല്ലാം തന്നെ. ആ സിജ്ജീൻ എന്ന് പറയുന്നത് അധമന്മാരുടെ ഗ്രന്ഥം വെക്കുന്ന സ്ഥലമാണ് എങ്കിൽ പുണ്യവാന്മാരുടേത് ആകാശത്തിൻ്റെ ഏറ്റവും ഉയരത്തിലാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അവരുടെ എല്ലാ ഔന്നിത്യവും അതുപോലെ തന്നെ വിശാലതയും വെളിച്ചവും വിശുദ്ധിയും ഒക്കെ അള്ളാഹു അവരുമായി ബന്ധപ്പെട്ട് ചേർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. നേരെ എതിരായിട്ട് സത്യനിഷേധികളുടെ കാര്യം പറയുമ്പം അധമം, അതേപോലെ തന്നെ ഇടുക്കം, ഇരുട്ട്, ഈ തരത്തിലുള്ള പര്യായങ്ങളൊക്കെ ഈ ചീത്തയാളുകളുമായി ചേർത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ വിശ്വാസികളായ ആളുകളുടെ ഗ്രന്ഥം, അവരുടെ പ്രവർത്തന രേഖ, അവർ പ്രവർത്തിച്ച അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, മുഴുവൻ കാര്യങ്ങളും അത് ഇല്ലിയൂൻ എന്ന് പറയുന്ന ആകാശത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലാണ് വെച്ചിട്ടുള്ളത് എന്നർത്ഥം. യശ്ഹദുൽ മുഖറബൂൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും സാമീപ്യം ലഭിച്ച മലക്കുകൾ സദാ അവിടെ സാക്ഷിയായി നിലകൊള്ളുകയും ചെയ്യും. പിന്നെ വിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചാൽ ഇന്നൽ അബ്റാറ ലഫീ നഈം, സുഖാനുഗ്രഹങ്ങളിലായിരിക്കും. എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അവർക്കവിടെ ലഭ്യമാണ് എന്നർത്ഥം. അലൽ അറായിക്ക് യൻദുറൂൻ, അവർ സോഫകളിൽ അല്ലെങ്കിൽ പര്യങ്കങ്ങളിൽ, ചാരുമഞ്ചകളിൽ അവർ കിടന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ചില മുഫസ്സിറുകൾ പറഞ്ഞത് അവർ അള്ളാഹുവിനെ നോക്കുകയാണെന്നാണ്. ചില മുഫസ്സിറുകൾ പറഞ്ഞത് അവർ ചീത്ത ആളുകൾക്ക് ലഭിച്ച മോശമായ അവസ്ഥ നോക്കി അവർക്ക് ലഭിച്ച ആ സൗഭാഗ്യത്തിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യം കൊള്ളുകയാണ് എന്നാണ്. മറ്റ് ചിലർ അവർക്ക് ലഭിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ ആളുകൾ ലഭിച്ച സുഖ അനുഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം പറഞ്ഞിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞത് അവരേതെങ്കിലും ഒരു ദിശയിലേക്ക് നോക്കും, എന്തോ ഒരു കാര്യം കിട്ടണമെന്ന്. ആ നോക്കുന്ന വേളയിൽ അതേ സമയത്ത് തന്നെ അവർക്ക് ആവശ്യമുള്ളത് മുഴുവൻ ആ സ്ഥലത്ത് എത്തിക്കൊള്ളും എന്നുമാണ് ഇതിനർത്ഥം പറഞ്ഞത്. അഥവാ വിശ്വാസികളായ ആളുകൾ സുഖത്തിലും ഐശ്വര്യത്തിലും എല്ലാ നന്മകളിലും വ്യാപൃതമായി നിൽക്കുന്നു എന്നർത്ഥം. അലൽ അറായിക്ക് യൻദുറൂൻ താരിഫു ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ നിനക്ക് കാണാം നദ്റത്തൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ ഒരു ശോഭ, അതല്ലെങ്കിൽ സൗഭാഗ്യത്തിൻ്റെ ഒരു തിളക്കം. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം അവർ വളരെ സന്തോഷത്തിലാണ്, എല്ലാ നിലക്കും അവർ ആനന്ദത്തിലാണ്, മതിമറഞ്ഞ് ആഹ്ലാദിക്കുകയാണ്. അതായത് വിശ്വാസിയായ ഒരാൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും ചെറിയ നന്മയാണെങ്കിൽ കൂടി ഈ ലോകത്തിൻ്റെ മുഴുവൻ വിശാലത അതിനുണ്ടാകുമെന്നാണ്. വളരെ ചെറിയ ഒരു നന്മ മാത്രം ചെയ്ത ഒരാൾ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോലും കിട്ടുന്നത് സങ്കല്പിക്കാൻ കൂടി പറ്റാത്ത രൂപത്തിലുള്ള അത്രയും വലിയ സൗഭാഗ്യങ്ങളുടെ ഒരു കലവറ തന്നെയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ അധികമായി സിദ്ദീഖുകൾക്കും ശുഹദാക്കൾക്കും ഒക്കെ ലഭിക്കാൻ പോകുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ, അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും അതൊക്കെ പറ്റാത്ത അത്രയും വലിയ നന്മകളായിരിക്കും അവർക്കവിടെ ലഭിക്കുക എന്നർത്ഥം. ആ നിലക്ക് അള്ളാഹുവിൻ്റെ എല്ലാ റിളയും ലഭിച്ചിട്ടുള്ള, അള്ളാഹുവിൻ്റെ സംതൃപ്തി മുഴുവൻ ലഭിച്ചിട്ടുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.